على سيدنا رسول الله. إليك يا ربي قد وجهت حاجاتي وجئت بابك يا ربي برغباتي. أنت العالم بما يجري الضمير به يا عالم الغيب علام الخفيات. اقل الحوائج لي ربي فلست أرى سواك يا ربي من قاضي حاجاتي. ബഹുമാനമുള്ള ഉസ്താദുമാരെ, ഉലമാക്കളെ, സാദാത്തുകളെ, പ്രിയ വിദ്യാർത്ഥികളെ, സഹോദരികളെ, ഈ വിശേഷിച്ച് ഈ പരിപാടി സംഘടിപ്പിച്ച സംഘാടകരെ, ഇതിൻ്റെ അമരക്കാരനും പ്രിൻസിപ്പാളുമായ സലീം അന്നാനി അവറുകളെ, അധ്യക്ഷൻ അവറുകളെ, ഉദ്ഘാടകനെ, എല്ലാവരെയും വിളിച്ചാണ് പറയുന്നത്. നമ്മളിവിടെ വന്നപ്പോഴേ നമ്മൾ പ്രസംഗമൊക്കെ കേട്ട്, അപ്പോൾ ഇവരുടെയൊക്കെ പ്രസംഗങ്ങളിൽ നിന്ന് എനിക്ക് ചില കാര്യങ്ങൾ മനസ്സിലായി. എന്താ മനസ്സിലായത്? ഈ കണിയാപുരത്തിന് ഇത്രയും വലിയ മഹത്വം ഉണ്ട് എന്നുള്ളത് എനിക്കറിഞ്ഞൂടായിരുന്നു. ഇപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത്. എന്നാൽ ഞാൻ കണിയാപുരത്ത് പല പരിപാടിക്ക് വന്നിട്ടുണ്ട്. ഇവിടെ ഒരു വാഫി കോഴ്സിൻ്റെ എന്തോ ഒരു മജ്‌ലിസിൽ ഞാൻ വന്നിരുന്നു. ഇന്ന് രാവിലെ എന്താണ് ഈ കണിയാപുരത്തിൻ്റെ അപ്പുറത്തെ ആ സ്ഥലത്തിൻ്റെ പേരെന്താ? എന്താ 39 പുത്തൻതോപ്പ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ ഒരു കിറ്റ് വിതരണത്തിന് വന്നിരുന്നു. അവിടെ കണിയാപുരം റേഞ്ച് ജമിയത്തുൽ മുഅല്ലിമീൻ്റെ നേതൃത്വത്തിൽ അവിടെ കുറേ ആലിമീങ്ങളും ഉസ്താദന്മാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അവരോട് എത്ര പറഞ്ഞിട്ടും മതിയാകുന്നില്ലായിരുന്നു. പിന്നെ നമ്മുടെ ശിഷ്യന്മാർ വന്നിട്ട് ചെവിയിൽ പറഞ്ഞ് അവർ വിളിച്ചുകൊണ്ടിരിക്കുന്നു, അവിടെ കല്യാണമുണ്ട്, അവിടെ വിവാഹമുണ്ട്, മജ്‌ലിസുണ്ട്. അപ്പോഴാണ് ഞാൻ പിന്നെ എനിക്ക് ഓർമ്മ വന്നത്. അങ്ങനെ ഞാൻ നിർത്തി. അങ്ങനെ ഞങ്ങൾ പോയി. ഇപ്പോൾ അൽഹംദുലില്ലാഹ് ഈ മഹത്തായ മജ്‌ലിസിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ വേണ്ടുകയാൽ നമ്മളിവിടെ ഹാജരായി. നമ്മളെല്ലാവരും കൂടി ഈ സലീം മൗല അന്നാനി, എനിക്ക് ഈ കണിയാപുരത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ അദ്ദേഹവുമായിട്ട് എനിക്ക് വലിയ പരിചയമില്ലായിരുന്നു. നമ്മുടെ കൂടെയുള്ള മദ്രസയാണ് എന്നെ പരിചയപ്പെടുത്തി കഴിഞ്ഞപ്പോൾ അദ്ദേഹവുമായിട്ട് എനിക്ക് വലിയ ബന്ധമാണ്. അതെന്താ ഇത്ര വലിയ ബന്ധം വരാൻ കാരണം എന്ന് ചോദിച്ചാൽ, അദ്ദേഹം മീസാൻ മുതൽ ബൈദാവി ബുഖാരി വരെ ഓതിയ ഉസ്താദ്, ആ ഉസ്താദ് എൻ്റെ ശിഷ്യനാണ്. അതെന്ത് ശിഷ്യൻ? അവരുടെ നാട്ടിലാണ് ഞാൻ കുറേ ദീർഘകാലം ദർസിൽ ഓതി പഠിച്ചത്. അപ്പോൾ ആ അന്നത്തെ കുട്ടീനെ എൻ്റെ അടുത്ത് ഏൽപ്പിച്ചിട്ട് ഇവന് നൂറുള്ള സാർ ഓതി കൊടുക്കണം, വൃന്ദ ഓതി കൊടുക്കണം, ഇതൊക്കെ പുതിയ അറിവുകളാണ് ഞാൻ പറയുന്നത്. എന്നെ ഏൽപ്പിച്ചു. അങ്ങനെ ഞാൻ കുറച്ച് അതൊക്കെ ഓതി കൊടുത്തു. നല്ല ആളിലായിരുന്നു. ഞാൻ വികാരത്ത് വായിച്ച അർത്ഥം പറയുന്നതിന് മുമ്പേ കുട്ടി നേരത്തെ തന്നെ അത് മനസ്സിലാക്കി പറഞ്ഞു കഴിഞ്ഞു. ഒരു ഉസ്താദിന് ജോലി കുറവാണ്. അങ്ങനത്തെ ആ കുട്ടി, ഇവിടെ ഉസ്താദായി പറഞ്ഞത്, അങ്ങനത്തെ ആ കുട്ടി അവരുടെ ബുദ്ധിശക്തിയുടെ കൂടുതൽ കൊണ്ട് ഉസ്താദ് ഞങ്ങളുടെ കൂടെ പ്രമോഷൻ തന്നു, ഞങ്ങളുടെ ക്ലാസ്സിലാക്കി, ഞങ്ങളുടെ കൂട്ടത്തിൽ പഠിക്കുന്ന സതീർത്ഥനാക്കി. മാത്രമല്ല അദ്ദേഹം വെലൂർ ബാക്കിയാത്തിൽ ഞങ്ങൾ ചെല്ലുമ്പോൾ മഹാനായ എടപ്പള്ളി കൂട്ടായി അബൂബക്കർ ഉസ്താദിൻ്റെ ദർസിൽ നിന്ന് വെല്ലൂർ വന്ന് ബാക്കിയാത്ത് സാലിഹാത്തിൽ വന്ന്, അല്ല മഹാന്മാരെ പറ്റി ഒന്ന് അറിയുന്നത് നല്ലതല്ലേ, ബാക്കിയാത്ത് സാലിഹാത്തിൽ വന്ന് ഞങ്ങളുടെ കൂടെ ശരീക്കായി 2 വർഷക്കാലം ഞങ്ങൾ അവിടെ പഠിച്ചെന്ന് മാത്രമല്ല ഫസ്റ്റ് റാങ്കുകാരനാണ് ആ കാലത്ത്. ഇപ്പം എങ്ങനെ അറിഞ്ഞൂടാ, അറബി പ്രസംഗം ചെയ്യണം, അറബിയിലും മലയാളത്തിലും ഉറുദുവിലും ഒക്കെ പ്രസംഗിക്കണം, അത് ഓരോ ഭാഷക്കാരാണ്. അപ്പോൾ അബ്ദുൽ കരീം മൗലവി എന്നോട് പറഞ്ഞു, സൈദാ മുസ്ലിയാർ അറബി പ്രസംഗം ചെയ്യും,
ഞാൻ അതിൻ്റെ ഒരു മാറ്റമൊക്കെ ചെറുതാക്കി തരാം, എടുത്തു തരാം. അതുകൊണ്ട് അറബി പ്രസംഗം ചെയ്യണം. അപ്പോൾ അൽഹംദുലില്ലാ. എന്നിട്ട് അത് ഞാൻ ഫസ്റ്റ് റാങ്കുകാരനാകും എന്നുള്ള പ്രതീക്ഷയിലൊന്നും പറഞ്ഞതല്ല. അദ്ദേഹത്തിൻ്റെ ബുദ്ധിശക്തിയുടെ കൂടുതൽ കൊണ്ട് അദ്ദേഹം ആ കൊല്ലത്ത് മുത്തവല്ലി ഫസ്റ്റ് റാങ്കുകാരനായിരുന്നു. ആര്? ഇവരുടെ ഉസ്താദ് അബ്ദുൽ കരീം മൗലവി അന്നത്തെ ആ മുത്തവല്ലി ഫസ്റ്റ് റാങ്കുകാരനായിരുന്നു. എന്നാലും അറബി പ്രസംഗം ഫസ്റ്റ് റാങ്കുകാരനാണല്ലോ ചെയ്യേണ്ടത്. അദ്ദേഹം ചെയ്യേണ്ട പ്രസംഗമാണല്ലോ എന്നെ ഏൽപ്പിച്ചത്. അൽഹംദുലില്ലാ. അന്ന് വലിയൊരു മുത്തവല്ലി ഹാളിൽ ആ മജലിസിൽ വെച്ച് അൽഹംദുലില്ലാ അല്ലാഹുവിൻ്റെ അനുഗ്രഹത്താൽ അറബി പ്രസംഗം നടത്തി. എന്താ ആ മജ്‌ലിസിന്റെ മഹത്വവും ഗൗരവവും? നമ്മളെവിടെയെങ്കിലും നാടന്മാരോട് പറയുന്ന പോലെയാണോ? അറബി അറിഞ്ഞിടാത്തവരോട് പറയുന്നത് പോലെയാണോ? വലിയ വലിയ മഹാപണ്ഡിതന്മാർ, ഉദാഹരണം പറഞ്ഞാൽ മൗലാന ഹസൻ, ഷെയ്ഖ് ഹസൻ നസ്രത്ത് നവ്വറല്ലാഹു മർഖദഹു, ചില അവരെപ്പറ്റി പറയുന്ന കൂട്ടത്തിൽ ഷെയ്ഖുൽ ഹദീസ് ഷെയ്ഖുനാ ഷെയ്ഖു ഹസൻ, ഹദീസിൻ്റെ ഷെയ്ഖാണ്. 25 വർഷക്കാലം അവിടെ ഹദീസിൻ്റെ ഷെയ്ഖുൽ ഹദീസായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഷെയ്ഖാണ്. അവരുടെ പേര് തന്നെ ഷെയ്ഖ് ഹസൻ നവ്വറല്ലാഹു. വലിയ മഹത്വമുള്ള നക്ഷബന്ദി തരീഖത്തിൻ്റെയും ഖാദിരിയ തരീഖത്തിൻ്റെയും ഒക്കെ എൻ്റെ അറിവനുസരിച്ച് 4 തരീഖത്തിൻ്റെ ഖലീഫയായിരുന്നു അത്രേ മഹാനവറുകൾ. അവരൊക്കെ ഇരിക്കുന്ന സദസ്സിലല്ലേ. എന്തായാലും അൽഹംദുലില്ലാ അങ്ങനെ പ്രസംഗിച്ചപ്പോൾ ചിലരൊക്കെ എന്നോട് പറഞ്ഞു, വലിയ അഭിനന്ദനങ്ങളൊക്കെ അറിയിച്ചു. പക്ഷേ ഹസ്രത്ത് ഒന്നും പറഞ്ഞൊന്നുമില്ല. അവരുടെ സാന്നിധ്യം മതിയല്ലോ, അവരൊന്നും പറയണ്ടല്ലോ. പക്ഷേ ഹസ്രത്തിന് അംഗീകാരം, അവരിൽ നിന്ന് അംഗീകാരം വാങ്ങിച്ചു കഴിഞ്ഞാൽ, ഒരു കാലത്ത് മുത്തവൽ ക്ലാസ്സിൽ ഒരു വിദ്യാർത്ഥി പരീക്ഷ കഴിഞ്ഞതിന് ശേഷം ആ കുട്ടി Ay,